ഹേ ഗായ്സ്, അങ്ങനെ ഇതൊരു തിരക്കിനിടയിൽ നമ്മുടെ കണ്ണട പൊട്ടി. ഞാൻ സ്പെക്സിൻ്റെ കാര്യം നമ്മൾ ശരിയാക്കണം. ഞാൻ ആദ്യം ഒരു ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു, പക്ഷെ എന്താ പിന്നെ ഹെൽമെറ്റ് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി. ഇനി ഒന്നും കൂടെ പുതിയൊരെണ്ണം വാങ്ങാൻ പോവാണ്. കാടുള്ള സ്ഥലമാണ്. ഇതൊക്കെ കണ്ടോ, നല്ല മുളേൻ്റെ ഇതെല്ലാം കണ്ടോ, ഇതെന്താ മുളേൻ്റെ വേലികളാണ്. നല്ല രസമാണ്. കണ്ണട കണ്ടോ, പൊടി അടിച്ചിട്ട് അതിൻ്റെ നല്ല പരിപ്പറിയും. ഞാനിത് എത്ര ഒറ്റ ഞെക്കിനുണ്ടായാലും എൻ്റെ ലെൻസ് വരെ എടുത്തു. എന്താ അല്ലേ, നമ്മുടെ നാട്ടിലാണെങ്കിൽ അവരിങ്ങനെ നൂറില്ല. എന്തായാലും പൊട്ടിയങ്ങനെ നാശമായി, ഇങ്ങനെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഷോപ്പ് ബ്രൗൺ नहीं चाहिए, ब्लैक ब्लैक ब्लैक. ഇവിടെ അങ്ങനെ വേറെ ഷോപ്പൊന്നും ഇല്ല. കുറേ നോക്കി ഒറ്റ കണ്ണിൻ്റെ കണ്ണ്. നമ്മളെ നാട്ടിലായിട്ട് ഇങ്ങനെ വെച്ചാൽ ശരിയാവും അല്ലേ. നാട്ടിലെല്ലാം ഒരു കട തുടങ്ങണമെങ്കിൽ എത്ര പണിയുണ്ട്. ഇവിടെ ഇങ്ങനെ ആരും ഇങ്ങനെ കെയർ ചെയ്യുന്നു. ഞാൻ കൊണ്ടുവന്ന ഈ പൊട്ടിയ കണ്ണട ഇവിടുത്തെ കണ്ണടയെക്കാട്ടി നല്ലതാണെന്നാണ് തോന്നുന്നത്. അവരപ്പുറം വേറെ ഒരു എന്താ സ്റ്റോർ റൂം ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബ്രൗൺ കളർ കണ്ണട കൊണ്ട് തന്നു. ഇത് ശരിയാവുമെന്ന് വെച്ചു. അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എന്താ എൻ്റെ അമ്മൂമ്മയെല്ലാം ആദ്യം ചില ടൈം ഇങ്ങനത്തെ ഒരു ബ്രൗൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെ യൂസ് ആക്കില്ല, അത് ഫ്രെയിം മാറ്റി. വീഡിയോയിലിപ്പോൾ അങ്ങനത്തെ യൂസ് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ചിലവർക്ക് അത് മാച്ച് ചെയ്യാം. എനിക്ക് അങ്ങനെ അത് ബ്രൗൺ കളർ എനിക്ക് അത്ര മാച്ച് ആവില്ല. ഒരു മിനിറ്റിൽ 10 കണ്ണടയിലാക്കി കൊടുക്കും. थोड़ा खींचना पड़ेगा, मतलब इस हिसाब थोड़ा छोटा है, ये तो फिट हो गया। ये वाला थोड़ा बड़ा है। बड़ा लेंस है, ये बड़ा है थोड़ा। ये फ्रेम बहुत कचरा है। ये मतलब क्या होता है, ये टीयर का फ्रेम है, ठीक है। ये ऐसे भी हो जाता है, लेकिन अगर इसमें ऐसे फिट कर दूंगा तो फट जाएगा ये वाला। तो थोड़ा खींच के आता लेके आता हुआ। ओके, लेंस नहीं कंप्लेंट, लेंस में कंप्लेंट नहीं। लेंस कोई नहीं, थोड़ा ये साइड में। ओके ना आगे आराम से कर दो ना। ആദ്യം 550 റുപ്യ. 500 എത്ര പറഞ്ഞേ? 550. 550. ഞാൻ വില പേശി എൻ്റെ കഴിവ് കൊണ്ടൊന്നല്ല, എൻ്റെ ഹിന്ദി കേട്ടിട്ട് അയാൾക്ക് മതിയായി. അതുകൊണ്ട് അയാളെന്താ 350 എടുത്ത് പോയിക്കോന്ന് പറഞ്ഞു. എന്താ അല്ലേ, ഭാഷ അറിഞ്ഞില്ലെങ്കിലും ഗുണമായി, ഭാഷ അറിഞ്ഞാലും ഗുണമായി. കേൾക്കുന്ന ആൾക്ക് ക്ഷമമാണ്, എന്നാലാണ് അല്ലെങ്കിൽ നമ്മളൊന്നും തന്നെ. അങ്ങനെ സാധനം കിട്ടി. ലെൻസിലെല്ലാം കുറേ സ്ക്രാച്ച് ഉണ്ട്, പക്ഷെ എന്താ ഇപ്പം മാറ്റി കഴിഞ്ഞാൽ പിന്നെയും സ്ക്രാച്ച് ആകും. അതുകൊണ്ട് മാറ്റുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു.